ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാമത്തെ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ എന്താ പഠിച്ചത്? നമ്മൾ തൗസൻഡ് വരെയുള്ള നമ്പേഴ്സ് നമ്മൾ പഠിച്ചല്ലേ. എങ്ങനെ നമുക്ക് 1000 വരെ എഴുതാം, നമ്പർ നെയിംസ് നമ്മൾ പഠിച്ചു, പ്ലേസ് വാല്യൂ പഠിച്ചു. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 1000 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് എഴുതാനായിട്ട് നമ്മൾ പഠിക്കും. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുകയാണ്, സ്പോർട്സ് ഫെസ്റ്റ്, ഫോറസ്റ്റ് സ്പോർട്സ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സ്പോർട്സ് ഫെസ്റ്റിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറേ ഗെയിമുകളും അവർക്ക് കിട്ടുന്ന പ്രൈസും അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ നമ്പേഴ്സ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് വരാം. സ്പോർട്സ് ഫെസ്റ്റ്. അപ്പോൾ അവിടെ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. വെൽക്കം ടു ദ സ്പോർട്സ് ഫെസ്റ്റ് അറ്റ് പൂമല ഫോറസ്റ്റ്. ഓൾ കണ്ടസ്റ്റൻസ് പ്ലീസ് കളക്ട് യുവർ ചെസ് നമ്പേഴ്സ്. അപ്പം എവിടുത്തെ ഏത് ഫോറസ്റ്റിലാണ്? പൂമല ഫോറസ്റ്റിലാണ് സ്പോർട്സ് ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും ചെസ് നമ്പർ കളക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നവർ. ദ 15 athletes starting with number 986 പ്ലീസ് ഗെറ്റ് റെഡി ഫോർ ദ ലോങ് ജമ്പ് ഇവൻറ്റ്. അപ്പം ആദ്യം നടക്കാൻ പോകുന്ന മത്സരം ഏതാണ്? ലോങ് ജമ്പ് ഇവൻ്റ് ആണ് നടക്കാനായിട്ട് പോകുന്നത്. അതിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? 15 അത്ലറ്റ്സ് അല്ലേ, 15 അത്ലറ്റ്സ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ചെസ് നമ്പറാണ് കളക്ട് ചെയ്യാനായിട്ട് പോകേണ്ടത്. പക്ഷെ നമുക്കിവിടെ ചെയ്യേണ്ട ജോലി റൈറ്റ് ദ ചെസ് നമ്പേഴ്സ് ഓഫ് ദി കണ്ടസ്റ്റൻസ് ഫോർ ദ ലോങ് ജമ്പ് ഇവൻറ്റ്. ഈ ലോങ് ജമ്പിൽ മത്സരിക്കുന്ന ആ 15 പേരുടെ ചെസ് നമ്പർ നമുക്ക് എഴുതണം. നമുക്കിവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോക്സിൽ വേണം നമുക്ക് എഴുതാൻ. 986 ആണ് ഫസ്റ്റ് നമ്പർ. അപ്പോൾ 986 തൊട്ടുള്ള നമ്പേഴ്സ് നമുക്കൊന്ന് എഴുതാം. 986, അത് കഴിയുമ്പം അടുത്ത നമ്പർ ഏതാണ് വരുന്നത്? 987 വരും, 988, പിന്നെ 990. അപ്പോൾ ഫസ്റ്റ് നമ്പർ 986 ആണല്ലേ. 986, അത് കഴിഞ്ഞ് 987, 988, 989. അതിപ്പം 89 കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതാ? 90. അപ്പോൾ 990. അത് കഴിഞ്ഞോ 991, 992, 993, 994, 995, 996, 997, 998, 999. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതായിരിക്കും? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ 999 ആണ് നമുക്ക് വന്ന നമ്പർ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ നമ്പറിൻ്റെ കൂടെ ഒരു നമ്പറും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് അടുത്ത നമ്പർ കിട്ടുന്നത്. അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു നമ്പർ കൂടെ കൂട്ടി നോക്കാൻ പോവുകയാണേ. ഈ 999ൻ്റെ കൂടെ അടുത്ത നമ്പർ നമുക്ക് ഏതാ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് 9 + 1 ചെയ്താൽ നമുക്ക് എന്താ വരുന്നത്? 10 ആണല്ലേ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് 1 വരും. അപ്പോൾ വീണ്ടും ആ 1 ഏതിൻ്റെ കൂടെ കൂട്ടും? ഈ 9ൻ്റെ കൂടെ നമ്മൾ കൂട്ടും അല്ലേ. അപ്പോൾ 9 + 1 വീണ്ടും നമുക്ക് എന്ത് വരും? 10 വരും. വീണ്ടും നമുക്കൊന്ന് ബാലൻസ് വരും. വീണ്ടും 9 + 1 ചെയ്യുമ്പോഴോ 10 വരും. നമുക്ക് അടുത്ത നമ്പേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ 10 എടുത്ത് ഇവിടെ എഴുതി. എത്രയാണ് നമുക്ക് ആൻസർ വന്നത്? ഒരു 1 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 3 സീറോസ് ഉണ്ടല്ലേ. ഇത് ഏത് നമ്പറാണ്? നമ്മൾ പഠിച്ചതാണ്. ഏത് നമ്പറാണ്? നമുക്കൊന്ന് നോക്കാം. ഏത് നമ്പറാണ്? നമുക്കൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. നമുക്ക് കിട്ടിയ നമ്പർ 1, അത് കഴിഞ്ഞിട്ട് 3 സീറോസ് ആയിരുന്നു അല്ലേ. നമുക്ക് പ്ലേസ് വാല്യൂ ഇട്ട് നോക്കാം. ഇത് 1s, 10s, 100, പിന്നെ ഏതാണ് അടുത്തത് വരുന്നത്? TH വരും. 1000 അല്ലേ. 1s, 10s, 100, 1000. അപ്പോൾ ഏത് നമ്പറാണിത്? 1000ൻ്റെ പ്ലേസിൽ ഏത് നമ്പറാണുള്ളത്? 1 ആണല്ലേ ഉള്ളത്. അപ്പം എത്ര 1000 ഉണ്ട്? 1000. ബാക്കിയെല്ലാം 000 ആയി കിടക്കുന്നത്. അപ്പം 1000 ഏതാണ് നമ്മുടെ നമ്പർ? 1000 അല്ലേ. 1000. അപ്പം 999 കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതാണ് വന്നത്? 1000. മനസ്സിലായോ? 1000. അപ്പോൾ നമുക്കിവിടെ എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ നമ്മൾ ഇതാ ഇവിടെ എഴുതി 1000.
ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, യുവർ നമ്പർ ഈസ് 1001. ഇത് ആരോടാ പറയുന്നത്? ഒരു റാബിറ്റ് ഓടി വന്നല്ലേ, റാബിറ്റിൻ്റെ നമ്പർ എത്രയാണ് കിടക്കുന്നത്? 1001 ആണ് കിടക്കുന്നത് അല്ലേ. അപ്പം മീ ടു, ഞാനും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റാബിറ്റ് ഓടി വരിക. അപ്പം മങ്കി എന്താ പറഞ്ഞേ? യുവർ നമ്പർ ഈസ് 1001. ഏത് നമ്പറാണ്? 1001. യുവർ നെയിം ഈസ് നോട്ട് ഇൻ ദ ലോങ് ജംപ് ലിസ്റ്റ്. അപ്പം ഈ റാബിറ്റിൻ്റെ നമ്പർ ഇല്ല, ഇവിടെ ഇല്ല. ഈ ലോങ് ജംപ് ഇവൻറ്റിൻ്റെ ലിസ്റ്റിൽ റാബിറ്റിൻ്റെ നമ്പർ ഇല്ല. 1001 ആണ് റാബിറ്റിൻ്റെ നമ്പർ. അപ്പം എങ്ങനെയാണ് നമുക്ക് 1001 കിട്ടിയത്? നമുക്ക് ലാസ്റ്റ് കിട്ടിയ നമ്പർ ഏതായിരുന്നു? 1000 ആയിരുന്നു അല്ലേ, 1000 ആയിരുന്നു. അപ്പോൾ ഈ 1000ൻ്റെ കൂടെ നെക്സ്റ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 കൂടെ നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ എന്താ ചെയ്യുന്നത്? 1 കൂടെ നമ്മൾ ആഡ് ചെയ്യും. 1000 + 1. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? നമുക്ക് ഇവിടെ ഇട്ടൊന്ന് എഴുതി നോക്കാം. 1000, അതിൻ്റെ കൂടെ നമ്മൾ 1 കൂടെ ഇടുമ്പോൾ 1001. അപ്പോൾ എങ്ങനെ വായിക്കും? ഈ നമ്പർ നമുക്ക് ഓൾറെഡി അറിയാം, 1000 അല്ലേ. 1001. 1001 ഏതാണ് നമ്പർ വരുന്നത്? 1001. അപ്പം 1000 കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതാണ്? 1001. ഇനി നോക്കിക്കേ, മങ്കി എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ എന്താണ് പറയുന്നത്? 1000 and 1 together make 1001. 1000ഉം കൂടെ ഒരു 1ഉം കൂടെ ചേരുമ്പോൾ ഏത് നമ്പർ കിട്ടും? 1001. 1000 and 1 together make 1001. അപ്പോൾ 1001 കഴിഞ്ഞ് അടുത്ത നമ്പർ എന്തായിരിക്കും? ഇവിടെ നോക്കിക്കേ, now the numbers are jumbled. Can you help me put them in order? അപ്പോൾ ഇവിടെ മങ്കിയെ നമുക്ക് ഈ നമ്പേഴ്സ് ഒന്ന് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. 1001 കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതാണ്? 1002. അത് കഴിഞ്ഞോ? 1003, 1004. അപ്പോൾ അടുത്തത് നമുക്ക് എളുപ്പമല്ലേ? എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? 1004 കഴിഞ്ഞ് അടുത്തത് 1005, 1006. അപ്പോൾ നമുക്കിവിടെ ഒന്ന് എഴുതാം. 1005, പിന്നെ 1006, 1007, 1008, 1009. അപ്പോൾ 1009 കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതാണ്? 1010 ആണ് വരുന്നത്. പക്ഷെ നമ്മളിത് എങ്ങനെ എഴുതും? നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മളിതാ ഇവിടെ 1000 ഉണ്ടല്ലേ, 1009 ഉണ്ട്. 9ൻ്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരും? 9 + 1 10. ഇവിടെ 1 കൊടുത്തു. 0 + 1 1 തന്നെ വരും. ഇവിടെ ഒന്നും നമുക്ക് കൂട്ടാനില്ല, 0യും 1ഉം അതുപോലെ എഴുതി. കണ്ടോ? 1010 ആണ് നമുക്ക് അടുത്ത് വരുന്നത് അല്ലേ. അപ്പോൾ ആ നമ്പർ എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്ന് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. 1010. അത് കഴിയുമ്പോൾ അടുത്ത നമ്പർ ഏതാണ്? 1011. അത് കഴിഞ്ഞ് 1012. നമ്മൾ നമ്പേഴ്സ് ഒന്ന് ഓർഡറിലാക്കി. അപ്പം ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ബാക്കി നമ്പേഴ്സും കൂടെ ഒന്ന് എഴുതി പഠിക്കാനായിട്ട് ഓർക്കുക. നമ്മൾ എന്തായാലും 1000 വരെയുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 1000 തൊട്ടിട്ട് നമ്മുടെ 1012 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1020 അല്ലെ 1030 1050 ഒക്കെ വരെ നിങ്ങളൊന്ന് ബുക്കിലൊന്ന് എഴുതി കൂടെ നോക്കണം കേട്ടോ. അടുത്ത നോക്കിക്കേ, അനൗൺസ്മെൻറ്റ്. ദി ടേബിൾ ഷോസ് ദ നമ്പേഴ്സ് ഓഫ് ദി കോണ്ടസ്റ്റൻസ് for Manchadi collection. It must be filled for the announcement. Can you help കുട്ടൻ എലിഫൻറ്റ്? അപ്പോൾ നമുക്കിവിടെ കുട്ടൻ എലിഫൻറ്റിനെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം. എന്തിനാണ്? മഞ്ചാടി കളക്ഷൻ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അവരുടെ നമ്പേഴ്സ് അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ നമ്പേഴ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. ആ ടേബിളൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്? നമുക്കിവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ, തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സിൻ്റെ നമ്പർ നെയിമാണ് നമുക്ക് എഴുതേണ്ടത്. ഫസ്റ്റ് നമ്പർ എത്രയാണ്? 879. അപ്പോൾ അവിടെ 800, 8ൻ്റെ സ്പെല്ലിംഗ് അറിയാം, 100ൻ്റെ സ്പെല്ലിംഗ് അറിയാം, 79 അത് നമുക്ക് സ്പെല്ലിംഗ് അറിയാം. അടുത്ത എത്രയാണ് വന്നിരിക്കുന്നത്? 904 അല്ലേ. അവിടെ ഇടയ്ക്ക് ടെൻസിൻ്റെ പ്ലേസിൽ നമ്പറൊന്നും ഇല്ല. അപ്പോൾ 900ഉം പിന്നൊരു 4ഉം 904. അടുത്ത എത്രയാണ്? 918. 9 കഴിഞ്ഞൊരു 18 ആണല്ലേ അല്ലേ ഉള്ളത്, 18 അല്ലേ, 918. അടുത്തതോ 906. 906. അടുത്തത് 809. 809.
കാരണം ഇടയ്ക്ക് ടെൻസിൻ്റെ പ്ലേസിൽ നമ്പറൊന്നും ഇല്ല. അടുത്തത് 749. 749. അപ്പോൾ നമുക്കൊന്നുകൂടെ നമ്പർ നെയിംസ് ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾ ടീച്ചറിൻ്റെ കൂടെ പറയണം കേട്ടോ. 879. അടുത്തതോ 904. അടുത്തത് 918. അടുത്ത നമ്പറോ 906. അടുത്ത നമ്പർ പറഞ്ഞേ 809. ലാസ്റ്റ് നമ്പർ 749. ഇനി നമുക്ക് ഇതൊന്ന് എഴുതാം. ഫസ്റ്റ് നമ്പർ ഏതാണ്? 904 ആണല്ലേ. അപ്പോൾ 904ൻ്റെ സ്പെല്ലിംഗ് നമ്മൾ എങ്ങനെ എഴുതും? 9ൻ്റെ സ്പെല്ലിംഗ് എന്താണ്? NINE 9 അല്ലേ. 900. 100ൻ്റെ സ്പെല്ലിംഗ് എന്താണ്? HUNDRED 900. അടുത്തേതാണ് 4 അല്ലേ. 904 ആണ്. അപ്പോൾ 4ൻ്റെ സ്പെല്ലിംഗ് എന്താ? FOUR 4. 904. അടുത്ത നമ്പർ പറഞ്ഞേ. അടുത്ത നമ്പർ എത്രയാണ്? 918 അല്ലേ. 918. ഓക്കെ, അപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ഒന്ന് സ്പെല്ലിങ് പറഞ്ഞേ. 918 ആണ്. അപ്പോൾ 9ൻ്റെ സ്പെല്ലിങ് NINE 900. 100ൻ്റെ സ്പെല്ലിങ് എന്താണ്? HUNDRED 918 അല്ലേ. 18ൻ്റെ സ്പെല്ലിംഗ് എന്താണ്? EIGHTEEN 918. അടുത്ത നമ്പർ ഏതാണ്? നോക്കിക്കേ. അടുത്തത് 906 അല്ലേ. 906. അപ്പോൾ നമുക്ക് എഴുതാം 900. 9ൻ്റെ സ്പെല്ലിംഗ് വീണ്ടും പറയൂ. NINE 9. 100ൻ്റെ സ്പെല്ലിങ്ങോ? HUNDRED 906. 6ൻ്റെ സ്പെല്ലിംഗ് എന്താണ്? SIX 6. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമ്പർ എഴുതാം. അടുത്ത നമ്പർ എത്രയാണ്? 809. 809 ആണ്. അപ്പോൾ എങ്ങനെ എഴുതും? 8ൻ്റെ സ്പെല്ലിംഗ് എത്രയാണ്? EIGHT 800. 100ൻ്റെ സ്പെല്ലിങ്ങോ? HUNDRED 109. 9ൻ്റെ സ്പെല്ലിംഗ് എന്താണ്? NINE 9. 809. അടുത്ത നമ്പർ നമുക്ക് എഴുതാം. 749. 749. 7ൻ്റെ സ്പെല്ലിംഗ് എന്താണ്? SEVEN 700 ഉണ്ടല്ലേ. 100 HUNDRED 749. 49ൻ്റെ സ്പെല്ലിംഗ് എന്താണ്? FORTYNINE 49. 749. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്പർ നെയിംസ് ഉള്ളത്. ഇനി ഞാൻ കുറച്ച് നമ്പേഴ്സ് നിങ്ങൾക്ക് തരാം. അപ്പോൾ ആ നമ്പേഴ്സിൻ്റെ നെയിം നിങ്ങളൊന്ന് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരു നമ്പർ എന്ന് പറയുന്നത് 645 ആണ്. ഇതിൻ്റെ നമ്പർ നെയിം നിങ്ങളൊന്ന് തന്നെ എഴുതിക്കേ. അടുത്തൊരു നമ്പർ എന്ന് പറയുന്നത് 786. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സാണ് ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാൻ തരുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നമ്പർ നെയിംസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനൊരു തമ്പ് ഓക്കെ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൊന്ന് കാണിക്കാം. ഓക്കെ, നമുക്കിനി അടുത്ത പോർഷനിലേക്ക് പോകാം. ATM. എന്താണ് ATMൽ നോക്കാം. Tittu Parrot has sponsored some prizes. She needs 760 rupees for it. Tittu Parrot കുറച്ച് പ്രൈസസ് ഓഫർ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര രൂപ വേണം പാരറ്റിന്? 760 rupees പാരറ്റിന് ആവശ്യമായിട്ടുണ്ട്. The ATM in the forest has only 100 rupee notes, 10 rupee notes and 1 rupee coins. പക്ഷേ ATMൽ 100 rupee നോട്ട്സും 10 rupee നോട്ട്സും 1 rupee കോയിൻസും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ
വാട്ട് ഓൾ നോട്ട്സ് ആൻഡ് കോയിൻസ് വുഡ് ഷീ ഹാവ് ഗോട്ട്. ഏതൊക്കെ നോട്ട്സും കോയിൻസും ആയിരിക്കും ടിറ്റു പാരറ്റിന് കിട്ടിയിട്ടുണ്ടാവുക? ഹൗ മെനി ഓഫ് ഈച്ച്, ഏതൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ കഴിഞ്ഞ പാഠത്തിൽ ഇതുപോലെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ എത്ര രൂപയാണ് ടിറ്റു പാരറ്റിൻ്റെ കയ്യിലുള്ളത് നമുക്ക് നോക്കാം. 760 അല്ലേ? 760 റുപ്പീസാണ് ടിറ്റു പാരറ്റിൻ്റെ ആവശ്യമായിട്ട് ഉള്ളത്. കിട്ടിയതല്ല, ആവശ്യമായിട്ട് ഉള്ളത് 760 ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ATMൽ എത്രയേ ഉള്ളൂ? 100 റുപ്പി നോട്ട്സും 10 റുപ്പി നോട്ട്സും 1 റുപ്പി കോയിനുമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ പാഠത്തിൽ ഒരു എളുപ്പവഴി പറഞ്ഞു തന്നു. 760 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 760. അപ്പോൾ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? ഒരുവിധം അതാണ്. നമുക്കിതിൽ എത്ര ഹൺഡ്രഡ്സും എത്ര ടെൻസും വൺസും ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം എത്ര വൺസ് ഉണ്ട്? 0 വൺസ്, 6 ടെൻസ്, 7 ഹൺഡ്രഡ്സ്, ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പമാണ്, ഒരു രീതി നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര 100 റുപ്പി നോട്ട്സ് ആണ് നമുക്ക് വേണ്ടത്? എത്ര 100 റുപ്പി നോട്ട്സ് കിട്ടും? 100ൻ്റെ പ്ലേസിൽ എത്രയാണുള്ളത്? 7 ആണുള്ളത് അല്ലേ? എത്രയാണ്? 7 ഹൺഡ്രഡ്സ്. അപ്പോൾ 100 റുപ്പി നോട്ട്സ് എത്ര എണ്ണം വേണം? 7 അല്ലേ? 100 റുപ്പി നോട്ട്സ് 700 റുപ്പി നോട്ട്സ് നമുക്ക് എടുക്കാം. ഇനി 10 റുപ്പി നോട്ട്സ് ആണെങ്കിലോ? 10 റുപ്പി നോട്ട്സ് ആണെങ്കിൽ ഇവിടെ എത്ര ടെൻസ് ഉണ്ട്? 6 ടെൻസ്. 6 ടെൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 × 10 എന്ന് പറയുമ്പോൾ 60 രൂപയായി അല്ലേ? അപ്പോൾ 760 വന്നില്ലേ? അപ്പോൾ 10 റുപ്പി നോട്ട്സ് എത്ര എടുക്കണം? 6. ഓക്കെ, 10 രൂപയുടെ 6 നോട്ടുകൾ. അപ്പോൾ എത്ര ആവും? 60 രൂപയാകും. 700 റുപ്പി നോട്ട്സ് എടുക്കുമ്പോൾ 700 ആവും. അപ്പോൾ എത്ര വരും? 760 നമുക്ക് കിട്ടും. ഇത് ഒരു രീതി. ഇനി നമുക്ക് നമുക്ക് നോക്കാം. വേറൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണുള്ളത്? 760 ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ 100 റുപ്പി നോട്ട്സും 10 റുപ്പി നോട്ട്സും കോയിൻസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കോയിൻസും 100 റുപ്പി നോട്ട്സും ആണ് എടുക്കുന്നതെന്ന് വെച്ചോ. 1 റുപ്പി കോയിനാണ് ഇവിടെ ഉള്ളത്. നമുക്കപ്പം 1 റുപ്പി കോയിനും 100 റുപ്പി നോട്ട്സും ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ എത്ര രൂപ എടുക്കേണ്ടി വരും? വീണ്ടും എത്ര ഹൺഡ്രഡ്സ് വേണ്ടി വരും? എത്ര ഹൺഡ്രഡ്സ് നമുക്ക് എടുക്കാം? 7 ഹൺഡ്രഡ്സ് നമുക്ക് എടുക്കാം അല്ലേ? 7 ഹൺഡ്രഡ്സ് നമുക്ക് എടുക്കാം. ഇനി അത് കൂടാതെ നമ്മൾ 1 റുപ്പി കോയിനാണ് എടുക്കുന്നത്, 10 റുപ്പി എടുക്കുന്നില്ല, 1 റുപ്പി കോയിനാണ് കിട്ടുന്നെങ്കിലോ എത്ര എണ്ണം കിട്ടും? എത്ര എണ്ണം വേണ്ടി വരും? എത്ര വൺസ് ഉണ്ടെങ്കിൽ 60 ആകും? നമുക്ക് 700 നമുക്ക് കിട്ടി. ഓക്കെ, 700 നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് 60 ആണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ എത്ര 1 റുപ്പി എടുക്കേണ്ടി വരും? എത്ര വൺസ് വേണ്ടി വരും? 60 കിട്ടണം എന്നുണ്ടെങ്കിൽ 1 2 അങ്ങനെ നമ്മൾ 1 രൂപ വെച്ച് നമ്മൾ കൂട്ടുവാന്ന് വെച്ചോ. ആദ്യം 1 റുപ്പി കോയിന്, വീണ്ടും 1 രൂപ കിട്ടി, ആദ്യം 1 രൂപ കിട്ടി, വീണ്ടും 1 രൂപ കിട്ടി. അപ്പോൾ 1 2 2ആയി, പിന്നെ 3ആയി, 4ആയി, അങ്ങനെ എത്ര വരെ പോകേണ്ടി വരും? 60 വരെ നമുക്ക് പോകേണ്ടി വരും അല്ലേ? 60 കോയിൻസ് നമുക്ക് വേണ്ടി വരും. അപ്പം നമുക്ക് 60 വൺസ് വേണമെങ്കിൽ നമുക്ക് ATMയിൽ നിന്ന് ഒരു പക്ഷേ കിട്ടാം. 60 വൺസും 1 റുപ്പി കോയിൻസും 700സും നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടാതെ ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. 10 റുപ്പി നോട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ? 10 റുപ്പി നോട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. പല രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്കിപ്പോൾ 100 റുപ്പി നോട്ട്സും 10 റുപ്പി നോട്ട്സും 1 റുപ്പി കോയിൻസും കൂടി കിട്ടുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു എങ്ങനെ. നമ്മൾ ആദ്യം ഫസ്റ്റ് പറഞ്ഞു 700 റുപ്പി നോട്ട്സും 10 റുപ്പി നോട്ട്സ് ഒരു 6ഉം കൂടെ നമുക്ക് കിട്ടുവാണെങ്കിൽ 760 ആവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പല രീതിയിൽ നമുക്ക് ഇതെങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. അടുത്ത പേജിലേക്ക് വന്നേ. ഫണ്ട് റേസിംഗ്. ഒരു ഫണ്ട് റേസിംഗ് നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എ ഗ്രൂപ്പ് ഓഫ് 4 വെയർ ആസ്ക്ഡ് ടു കളക്ട് മണി ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടിയിട്ട് പണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 4 പേരെ ഒരു ഗ്രൂപ്പിൽ 4 പേരോട് പറഞ്ഞു. സി ഹൗ മച്ച് ഈച്ച് ഗോട്ട്. അവർക്ക് ഓരോരുത്തർക്കും എത്ര കിട്ടി എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് മെമ്പർ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 100 റുപ്പി നോട്ട്സ് 9 ഉണ്ട്. അപ്പോൾ 9 ഹൺഡ്രഡ്സ് വരുമ്പോൾ 900. 10 റുപ്പി നോട്ട്സ് 8 ഉണ്ട്.
അപ്പോൾ 8 ടെൻസ് വരുമ്പം 80. 8 ഇൻറ്റു 10 80. 1 റുപ്പി കോയിൻസ് 3 എണ്ണം ഉണ്ട്. അപ്പോൾ 983 ആണ് ടോട്ടൽ വന്നത്. ഇനി അടുത്ത ആൾ കളക്ട് ചെയ്തതോ 100 റുപ്പി നോട്ട്സ് 7 ഉണ്ടല്ലേ. 7 100 റുപ്പി നോട്ട്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 7 ഹൺഡ്രഡ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 700. അടുത്തതോ 10 റുപ്പി നോട്ട്സ് 14 ഉണ്ട്. 14 10 റുപ്പി നോട്ട്സ് ഉണ്ട്. അപ്പോൾ എത്ര രൂപയായിരിക്കും കിട്ടിയത്? 14 ഇൻറ്റു 10. അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും? കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു 10 ആയതുകൊണ്ട് നമുക്കറിയാം ഏത് നമ്പറിനെയും നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ തന്നെയാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ 14നെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 14 തന്നെ കിട്ടും. പക്ഷേ ഇവിടെ ഒരു 0 കൂടി ഉണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ആ 0 നിങ്ങൾ അതിൻ്റെ കൂടെ ഒപ്പം ഇട്ട് കൊടുക്കുക. അപ്പോൾ 14 ഇൻറ്റു 10 ചെയ്താൽ എത്രയാണ് ആൻസർ വരുന്നത്? 114 ആണ് വരുന്നത്. അപ്പോൾ 700 പ്ലസ് 140 മുഴുവൻ എത്ര രൂപ വരും? നമുക്ക് നോക്കാം, കണക്ക് കൂട്ടി നോക്കാം. 700 പ്ലസ് 140 എന്ന് പറയുമ്പം നമ്മളിവിടെ എഴുതി 0 4 7 പ്ലസ് 1 8. എത്ര രൂപ വരും? 840 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 840 40 ആണേ. അടുത്ത നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഈ അടുത്ത ബേർഡ് കളക്ട് ചെയ്തത് എത്ര രൂപയാണ് ടോട്ടൽ? 785 ആണ് ടോട്ടൽ കളക്ട് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം എത്ര 100 റുപ്പി നോട്ട്സ്, എത്ര 10 റുപ്പി നോട്ട്സ്, എത്ര 1 റുപ്പി കോയിൻ, ഇതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം. 785 ആണല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 1s ഉണ്ട്, 10s ഉണ്ട്, 100 ഉണ്ട്. 1സും 10സും 100ഉം ഉണ്ട്. അപ്പം എത്രയാണ് ഇവിടെ 100 വന്നിരിക്കുന്നത്? 100ൻ്റെ പ്ലേസിൽ ഏത് നമ്പറാണ് കിടക്കുന്നത്? 7. അപ്പോൾ എത്ര 100s ഉണ്ട്? 7 100s ഉണ്ട്. 10ൻ്റെ പ്ലേസിൽ ഏത് നമ്പറാണ്? 8 ആണല്ലേ. അപ്പോൾ എത്ര 10s ഉണ്ട്? 8 10s ഉണ്ട്. ഇനി 1 റുപ്പി കോയിൻസ് എത്ര എണ്ണം ഉണ്ട്? 1സിൻ്റെ പ്ലേസിൽ എത്രയാണ് ഉള്ളത്? 5 ആണ് ഉള്ളത്. അപ്പോൾ എത്ര വരും? 700. അതുപോലെ 8 10 റുപ്പി നോട്ട്സ്, പിന്നെ 5 1 റുപ്പി കോയിൻസ്. 785 വന്നു. ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത ആൾ എത്രയാണ് കളക്ട് ചെയ്തത്? ഇനി അടുത്തത് ആ ബേർഡ് എത്ര രൂപയാണ് കളക്ട് ചെയ്തത്? 909 റുപ്പീസ് ആണ് കളക്ട് ചെയ്തത് അല്ലേ. 909 റുപ്പീസ്. അപ്പം ടോട്ടൽ തന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 10 റുപ്പി നോട്ട്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 10 റുപ്പി നോട്ട്സ് അല്ലെങ്കിൽ 10 10 റുപ്പി നോട്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ നമുക്കിനി ബാക്കി 100 റുപ്പി നോട്ട്സും 1 റുപ്പി കോയിൻസും എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം നമുക്കിവിടെ ടോട്ടലും തന്നിട്ടുണ്ട്, പിന്നെ ഒരു 10 രൂപയുടെ എത്ര നോട്ടുണ്ടെന്നുള്ളതും തന്നിട്ടുണ്ടല്ലേ. അപ്പം എത്ര നോട്ട് നമുക്കിപ്പോൾ അറിയാം അല്ലെ, എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം എന്ന് നോക്കാം. നമുക്കിപ്പോൾ 10 റുപ്പി നോട്ട്സ് എന്ന് പറയുമ്പം 10 ഇൻറ്റു 10 അല്ലേ. 10ൻ്റെ 10 രൂപ, 10 രൂപയുടെ 10 നോട്ടുകൾ അല്ലേ. അപ്പോൾ എന്ന് പറയുമ്പം എത്രയായിരിക്കും വരുന്നത്? 10 ഇൻറ്റു 10 എന്ന് പറയുന്നത് 100 ആണല്ലേ. അപ്പോൾ എത്ര ഉണ്ട് കൈവശം? 100 ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എത്രയും കൂടെ വേണം? 909 ആണ് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത്. അതിൽ നമുക്കൊരു 100 നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി എത്രയുണ്ട്? നമുക്കൊന്ന് ഇത് കുറച്ച് നോക്കാം. ടോട്ടലുള്ള 909ൽ നിന്ന് ഈ 100 നമുക്കൊന്ന് കുറച്ച് നോക്കാം. 9ൽ നിന്ന് 0 പോയ 9 തന്നെ, വീണ്ടും 0. 9ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ എത്ര വരും? 9ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 8 വരും അല്ലേ. അപ്പോൾ എത്രയാണ് ഉള്ളത്? 809 റുപ്പീസാണ് ഇനി ബാക്കിയുള്ളത്. 809 റുപ്പീസാണ് ബാക്കിയുള്ളത്. ആ 809 റുപ്പീസിനെ വേണം നമുക്കിനി 100 റുപ്പിയും 1 റുപ്പി കോയിൻസും നമുക്ക് എടുക്കാനായിട്ട്. കാരണം 10 രൂപയുടെ കാര്യം ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 809ൽ എത്ര 100s വരും? നമുക്ക് നോക്കാം. ഇത് 1s, ഇത് 10s, ഇത് 100. അപ്പോൾ 10 ഓൾറെഡി നമ്മൾ എഴുതി. 100s എത്ര എണ്ണമാണ് ഇനി വേണ്ടത് നമുക്ക്? 100s എത്ര എണ്ണം വേണം? 809ൽ എത്ര 100s ഉണ്ട്? 800s ഉണ്ട് അല്ലേ. കാരണം ഓൾറെഡി 10 രൂപയുടെ നോട്ടുകളുണ്ട്. അപ്പോൾ 100 ആൻഡ് എത്ര 100 റുപ്പീസ് എവിടെ ഉണ്ട്? ഓൾറെഡി നമുക്കിവിടെ ഉണ്ട്. 100 രൂപ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ബാക്കി
ഒരു 100, ബാക്കി എത്ര ഹൺഡ്രഡ്സ് എടുക്കണം? 8 ഹൺഡ്രഡ്സ് എടുക്കണം കേട്ടോ. അപ്പോൾ 800 റുപ്പി നോട്ട്സും, അപ്പോൾ ഈ 10 രൂപയുടെ 10 നോട്ടാകുമ്പം 800 + 100 900 ആവും. 800 + 100 900 ആവും. ഇനി 1 റുപ്പി കോയിൻസ് എത്ര എണ്ണമാണ്? വൺസിൻ്റെ പ്ലേസിൽ 9 ആണ്. അപ്പോൾ 9 1 റുപ്പി കോയിൻസ് ആണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചക്കി കൈറ്റ് കളക്റ്റഡ് 785 rupees. What are the ways in which she could have got this? See how some of her friends thought about this. അപ്പോൾ ചക്കിയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 785 rupees ഉണ്ട്. അപ്പം ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും എന്നാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഇതിനെക്കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ കൊടുത്തേക്കുന്നത് 700s ഉണ്ട്, ഡാഷ് 10s 5 ones എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 700s ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എത്ര 10s ആയിരിക്കും 785ൽ വരിക? എത്ര 10s ആയിരിക്കും 785ൽ? എത്ര 10s ഉണ്ട്? നമ്മൾ എഴുതാതെ നമുക്ക് മനസ്സിലൊന്ന് കണക്ക് കൂട്ടി പറയാം. എത്രയായിരിക്കും വരുന്നത്? 5 ones, 8 10s, 700s അല്ലേ? അപ്പോൾ എത്രയാണ് വരുന്നത്? 8 10s ആണ് ഇവിടെ വരുന്നത്. ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? റാബിറ്റ് പറഞ്ഞത് 700സും ഡാഷ് 1s എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 700s ആൻഡ് ഡാഷ് 1s. അപ്പോൾ എത്ര 1s ആയിരിക്കും വരുന്നത്? 700s ഓൾറെഡി പറഞ്ഞു. ബാക്കി ഇനി എന്താണുള്ളത്? 85 ആണല്ലേ ഉള്ളത്. 785ൽ 700s പോയി. ഇനി നമുക്ക് 1s മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1 2 അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് വെച്ചെടുക്കുകയാണെങ്കിൽ എത്ര 1s എടുക്കേണ്ടി വരും? 85 1s എടുക്കേണ്ടി വരും. ഇനി അടുത്ത എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. 700 + ഡാഷ് +5. അപ്പോൾ എത്രയാണ്? 700 പറഞ്ഞു, ഡാഷ് +5, 5ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കത്തെ മിസ്സായത് ഏതാണ്? എത്രയാണ്? 8 10s അല്ലേ? 700s ഉണ്ട്, എത്ര 10s ആണ്? 8 10s. 8 10s എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 × 10 എന്ന് പറഞ്ഞാൽ 80. 80 + 5, 700 + 80 + 5. അടുത്ത ചോദിച്ചിരിക്കുന്നത് കണ്ടോ? 600s ഡാഷ് 10s 5 ones. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? 600s ഡാഷ് 10s 5 ones. 600s എന്ന് പറഞ്ഞാൽ എത്രയാണ്? 600 അല്ലേ? 600s അതായത് 600. 600 ഉണ്ട്, 10s അറിയില്ല നമുക്ക്. 10s നമുക്ക് അറിയില്ല. 5 ones നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമുക്ക് എത്രയാണ് വേണ്ടത്? 785 ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് 10s എത്രയാണെന്ന് അറിയില്ലല്ലേ? 1സും 100സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 600ഉം ഈ 5 onesൻ്റെയും കൂടെ എത്ര കൂടെ വന്നു കഴിഞ്ഞാലാണ് 785 ആകുക എന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഈ 600ൻ്റെ കൂടെ എത്ര കൂടെ നമുക്ക് വരണം? നമുക്കിതിൽ നിന്ന് എന്ത് ചെയ്യാം? ഈ 605 നമുക്ക് ഈ 785ൽ നിന്നൊന്ന് കുറച്ച് നോക്കാവേ. 5ൽ നിന്ന് 5 പോയാൽ 0, 8ൽ നിന്ന് 0 പോയാൽ 8 തന്നെ, 7ൽ നിന്ന് 6 പോയാൽ എത്ര വരും? 1 വരും. അങ്ങനെ 180. അപ്പോൾ എത്രയാണ് നമുക്കിവിടെ കുറവുള്ളത്? 180 ആണ് നമുക്ക് കുറവുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും 10s നമുക്ക് വേണം കേട്ടോ. അത്രയും 10s നമുക്ക് വേണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 180 എന്ന് പറയുമ്പം എത്ര 10s ഉണ്ടെങ്കിലും നമുക്ക് 180 ആകും. അപ്പോൾ നമുക്ക് 180 ആണല്ലേ വന്ന്. നമുക്കിനി 180യും കൂടി ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര 10s വേണം? നമുക്ക് 180യെ നമുക്ക് 10s ആക്കി മാറ്റുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്താൽ മതി? അപ്പോൾ നമുക്ക് എത്ര 10s വേണം? 180 10s ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എത്ര 10s വേണം? 180 ആണ് നമുക്കിനി വേണ്ടത്. അതിനെ നമുക്കിനി 10s ആക്കി മാറ്റണം. എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് പ്ലേസ് വാല്യൂ എടുക്കാം. 1s 10s 100 എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഇവിടെ എത്ര 100s ആണ് വരുന്നത്? 100s അല്ലേ? 100ൻ്റെ പ്ലേസിൽ 1 ആണ് വരുന്നത്. അതായത് 100s ആണ് വരുന്നത്. 100 രൂപയെന്ന് പറയാം നമുക്ക്. അപ്പോൾ ഈ 100 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 10 രൂപയുടെ എത്ര നോട്ട് എടുക്കേണ്ടി വരും? എത്ര 10s ഉണ്ടെങ്കിലാണ് നമുക്ക് 100 വരുന്നത്? നമുക്കതറിയാം. 10 10s വേണം. 10 × 10 ആണ് 100 വരുന്നത് അല്ലേ? 10 × 10 ആണ് 100 വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കിട്ടി. ഇപ്പോൾ 10
10 ഉണ്ടെങ്കിൽ നമുക്ക് 100 ആവും. ഇനി അടുത്ത എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? എത്ര ടെൻസ് ഉണ്ട്? നമുക്കിനി ബാക്കി ഒരു 80 ഉണ്ട്. 80 കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ടെൻസ് എടുക്കേണ്ടി വരും? 80 കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ടെൻസ് വേണ്ടി വരും? 10നെ എത്ര കൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 80 വരുന്നത്? 8 കൊണ്ട് ചെയ്യുമ്പോഴല്ലേ? 10 × 8 ആണ് 80 വരുന്നത്. അപ്പോൾ മൊത്തം എത്രയായി? 10. നേരത്തെ ഒരു 10ഉം പ്ലസ് ഒരു 8ഉം. അപ്പോൾ എത്ര വന്നു? 18. അപ്പം ഇത്രയും ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ സിമ്പിളാക്കി പറയാൻ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 10 + 8. 10 + 8 എന്ന് പറയുന്നത് എത്രയാണ്? 18 വരും അല്ലേ? അപ്പോൾ 18 എത്ര നോട്ട്സ് വേണം? 10 രൂപയുടെ നോട്ടാണ് നമുക്ക് വേണ്ടത്. അതായത് നേരത്തെ ഈ 180ൽ ഈ ഒരു 100 നമ്മൾ പറഞ്ഞു 100 ആണ്. അപ്പോൾ ഈ 100 കിട്ടാൻ നമുക്ക് 10 റുപ്പി വേണം. ഇനി അതുപോലെ ബാക്കി ഒരു 80 ഉണ്ട്. 80 കിട്ടണമെങ്കിൽ 8 10 റുപ്പി നമുക്ക് വേണം. അപ്പോൾ മൊത്തം നേരത്തെ 10ഉം ഈ 8ഉം കൂടെ ആകുമ്പോൾ 18 ആണ് നമുക്ക് കിട്ടുന്നത് മുഴുവനും. 10 + 8 18. അപ്പോൾ എത്ര ടെൻസ് ആണ് ഇവിടെ വരുന്നത്? 18 ടെൻസ് ആണ് വരുന്നത്. മനസ്സിലായോ? എത്ര ടെൻസ് ആണ് വരുന്നത്? 18 ടെൻസ് ആണ് വരുന്നത്. അടുത്ത ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? വൺസ് മാത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വൺസ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര? മൊത്തം നമ്മൾ വൺസിലോട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ 1 എടുക്കുകയാണെങ്കിൽ 785 കിട്ടാൻ എത്ര വൺസ് വേണം? നമുക്ക് 10 വൺസ് വേണമെന്നുണ്ടെങ്കിൽ 1 എടുക്കുമ്പോൾ 10 വരെ വേണം. 10 വൺസ് വേണം. അങ്ങനെയാണെങ്കിൽ 785 കിട്ടാനോ? 785 വൺസ് നമുക്ക് വേണം. അടുത്ത ചോദിച്ചിരിക്കുന്നത് 78-5 എന്നാണ്. അപ്പോൾ എത്രയായിരിക്കും? ഹൺഡ്രഡ്സ് അല്ല, 78 ഹൺഡ്രഡ്സ് അല്ല അല്ലേ? ടെൻസ് ആണത്. 78 ടെൻസും 5 വൺസും. ഓക്കെ. അടുത്തത് 70 ടെൻസും 85 എന്തായിരിക്കും? ടെൻസ് ഓൾറെഡി തന്നു. അടുത്തപ്പോൾ എന്താണുള്ളത്? വൺസ് ആണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ എളുപ്പം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. 70 ടെൻസും 85 വൺസും ആണ് കേട്ടോ കുഞ്ഞുങ്ങളെ. അടുത്തത് 600 + ഡാഷ്. 600 + ഡാഷ് എത്ര വരുമ്പോഴാണ് നമുക്ക് 785 കിട്ടുന്നത്? അതറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ശരിക്കുള്ള എത്ര? 785ൽ നിന്ന് ഈ 600 അങ്ങ് കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ ബാക്കി നമുക്ക് എത്രയാണെന്നുള്ളത് കിട്ടും. 5 അല്ല 18 0 8 7ൽ നിന്ന് 6 പോയാൽ 1 എത്ര വരും? 185 ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ഇനി അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കണ്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ട്. റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്പ്ലിറ്റിംഗ് 909 റുപ്പീസ് കളക്റ്റഡ് ബൈ കുഞ്ഞൻ ഔൾ. അപ്പോൾ കുഞ്ഞൻ ഔൾ കളക്ട് ചെയ്ത 909 നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? ഈ ഒരു ബോക്സിനെ നോക്കിയാൽ മതി. നമുക്ക് എങ്ങനെയൊക്കെ പറ്റും? അതിനെ നമുക്ക് ഹൺഡ്രഡ്സും വൺസും ആക്കി നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ? 9 ഹൺഡ്രഡ്സും അതുപോലെ തന്നെ ടെൻസ് ഇല്ല അതിൽ. അപ്പോൾ 9 വൺസ് ഉണ്ട്. 9 ഹൺഡ്രഡ്സും 9 വൺസും. ഇനി നമ്മളതിനെ മൊത്തം ഈ 909 നമ്മൾ മൊത്തം വൺസ് ആക്കി മാറ്റുവാണെങ്കിൽ എത്ര വരും? 909 വൺസ് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ടെൻസും വൺസും ആക്കി മാറ്റുവാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? ഈ 90 എടുക്കാം. 90 ടെൻസും 9 വൺസും ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് പല ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് മുമ്പ് ഈ 785നെ നമ്മൾ പല രീതിയിൽ ഇപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയില്ലേ? അത് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഈ 909നെയും കൂടി ചെയ്ത് അങ്ങനെ നോക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിലുള്ളത്. അടുത്ത പാർട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അത് മാത്രം പോരാ, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാനും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊന്ന് കമൻറ്റ് കൂടി ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.